എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഗുരുദേവ ചരിത്രം തുടരുന്നു. നാണു ഉപരിപഠനത്തിനായി എത്തിച്ചേർന്നത് അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാനരികിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാലയം നാണുവിൻ്റെ ദേശത്തു നിന്നും വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് രാമൻപിള്ള ആശാൻ്റെ വിദ്യാലയത്തിനടുത്തുള്ള പ്രസിദ്ധമായ വാരണപ്പള്ളി തറവാട്ടിലാണ് നാണു താമസിച്ചത്. ദൂരദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം സൗജന്യമായി താമസവും ഭക്ഷണവും ഒരുക്കി കൊടുക്കുന്നതിൽ വാരണപ്പള്ളി തറവാട്ടുകാർക്ക് വലിയ ഉത്സാഹമായിരുന്നു. രാമൻപിള്ള ആശാൻ നാനാജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുവാൻ വിശാലമായ മനസ്സുള്ള ആളായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ജാതി അനുസരിച്ചാണ് വിദ്യാർത്ഥികൾ ഇരുന്നിരുന്നത്. അതായത് അന്നത്തെ കാലത്ത് കേരളത്തിൽ മനുഷ്യരെ ഉയർന്ന ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നും പറഞ്ഞ് തരംതിരിച്ചിരുന്നു. ഉയർന്ന ജാതിയെന്ന് വിശേഷിപ്പിച്ചവർ താഴ്ന്ന ജാതിയെന്ന് പറയുന്നവരെ തൊടുകയോ അവർ ഇരിക്കുന്നിടത്തിരിക്കുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അതൊക്കെ അശുദ്ധിയാണ് എന്നൊരു തെറ്റായ വിശ്വാസം അവർ പുലർത്തി പോന്നിരുന്നു. അതുകൊണ്ട് രാമൻപിള്ള ആശാൻ്റെ വിദ്യാലയത്തിൽ ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർക്കിരിക്കാൻ മുന്നിലും താഴ്ന്ന ജാതിയെന്ന് കരുതപ്പെടുന്നവർക്കിരിക്കാൻ പിന്നിലുമായിരുന്നു സ്ഥാനം. ഈ തെറ്റു കണ്ട നാണു അതൊന്നു തിരുത്തിയിട്ടു തന്നെ കാര്യം എന്ന് നിശ്ചയിച്ചു. പിന്നിൽ തനിക്കായി വെച്ചിട്ടുള്ള ഇരിപ്പിടത്തിലിരിക്കാതെ നാണു ഏറ്റവും മുന്നിലുള്ള ഇരിപ്പിടത്തിൽ പോയിരുന്നു. പിന്നിലിരിക്കേണ്ട നാണു വന്ന് മുന്നിൽ തങ്ങളുടെ ഇരിപ്പിടത്തിലിരുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഒട്ടും സഹിച്ചില്ല. സഹപാഠികൾ കയർത്തപ്പോൾ നാണു ശാന്തമായി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ എവിടെ വേണമെങ്കിലും ഞാനിരിക്കാം. പക്ഷേ ഞാൻ ഏതു ഭാഗത്തുള്ള വായു ശ്വസിക്കണം, അതും കൂടി പറഞ്ഞു തരൂ. ഇതിനുത്തരം പറയാൻ കുട്ടികൾക്കായില്ല. അവർ നാണുവിൻ്റെ പ്രവൃത്തി ആശാനെ അറിയിച്ചു. അസാധാരണമായ ഈ സംഭവം കേട്ടപ്പോൾ ആശാൻ നാണുവിനെ ഒന്ന് നോക്കി. അപ്പോൾ നാണുവിൻ്റെ മുഖത്തുണ്ടായ ചൈതന്യം ആശാൻ്റെ മനസ്സിനെ കീഴടക്കി. ദൃഢമായ ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, നാണു ഉചിതമായതേ ചെയ്യൂ. നാണുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളാരും ഇടപെടേണ്ട. ഈശ്വരഭക്തിയും സാത്വിക സ്വഭാവമുള്ള നാണു ആശാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറുവാൻ ഏറെ താമസമുണ്ടായില്ല. അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം പഠിക്കുന്നതിനായി ആശാൻ്റെ അരികിലെത്തും. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ തരത്തിലുള്ള വിഷയങ്ങളാണ് ആശാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. നാണുവിന് ആദ്യമായി ആശാൻ പറഞ്ഞു കൊടുത്തത് മഹാകവി കാളിദാസൻ എഴുതിയ രഘുവംശത്തിലെ ശ്ലോകങ്ങളാണ്. 2 ശ്ലോകങ്ങൾ വെച്ചാണ് ആശാൻ നാണുവിനെ പഠിപ്പിച്ചു പോന്നത്. എന്നാൽ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങൾ നാണു വളരെ വേഗം പഠിച്ചെടുത്തു. മറ്റു വിഷയങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പഠിക്കണമെന്ന വളരെ ആഗ്രഹം നാണുവിൻ്റെ ഉള്ളിലുണ്ടായി. വിനയത്തോടെ നാണു ആശാനോട് കാര്യം പറഞ്ഞു. ആശാൻ നാണുവിനോട് താൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൂടി ശ്രദ്ധിച്ചു കേട്ട് പഠിച്ചോളൂ എന്ന് അനുവദിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ നാണു ആശാൻ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധയോടെ ഗ്രഹിക്കുവാൻ തുടങ്ങി. അക്കാലത്തെ വിഷയങ്ങളായ കാവ്യങ്ങളും തർക്കശാസ്ത്രങ്ങളും അലങ്കാരവുമെല്ലാം വളരെ വേഗത്തിൽ നാണു ഹൃദ്യസ്ഥമാക്കി. നാണുവിൻ്റെ ശ്രദ്ധയിലും പഠനത്തിലും ആശാന് വളരെയധികം മതിപ്പ് തോന്നി. ആശാൻ നാണുവിനെ വിദ്യാർത്ഥികളുടെ നേതാവായി പ്രഖ്യാപിച്ചു. നേതാവ് എന്നർത്ഥം വരുന്ന ചട്ടമ്പി എന്ന വാക്ക് നാണുവിൻ്റെ പേരിനോട് ചേർക്കപ്പെട്ടു. അതോടെ നാണു ചട്ടമ്പി എന്നറിയപ്പെടുവാൻ തുടങ്ങി. ഒരു ദിവസം രാമൻപിള്ള ആശാൻ നാണുവിനെ അടുത്തേക്ക് വിളിച്ച് നാണുവിൻ്റെ നാളും ജനന സമയവും ചോദിച്ചറിഞ്ഞു. അല്പനേരം കണ്ണുകളടച്ച് അദ്ദേഹം എന്തോ മനസ്സിൽ കണക്കുകൂട്ടി. പിന്നീട് തെളിഞ്ഞ മുഖത്തോടെ നാണുവിനോട് പറഞ്ഞു, നാണുവിൻ്റേത് സവിശേഷമായ ഒരു ജന്മമാണ്. സാത്വിക ആത്മാവായ ഒരു ചരിത്ര പുരുഷനാകാനുള്ള പുണ്യജനനം. നാണു ഇനി അല്പം വേദാന്തം കൂടി പഠിക്കണം. ആശാൻ തുടർന്നു, നാണു, നിന്റെ ചിന്തകൾ അഗാധമാണ്. തത്വജിജ്ഞാസ അതിരില്ലാത്തതാണ്. ഒരു വിദ്യയും
നിനക്ക് വെറുതെയാകില്ല. തയ്യാറായിക്കൊള്ളൂ. നാളെ മുതൽ നമ്മൾ വേദാന്തത്തിലേക്ക് കടക്കുകയാണ്. വേദാന്ത പഠനം നാണുവിൻ്റെ വളരെ കാലമായുള്ള സ്വപ്നമായിരുന്നു. സന്തോഷത്തോടെ നാണു ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചു. മഹാഗുരുവായി തീരേണ്ട നാണുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പങ്കു വഹിക്കുകയെന്ന നിയോഗം രാമൻപിള്ള ആശാനിൽ സർവേശ്വരൻ നിക്ഷിപ്തമാക്കിയിരുന്നു. വാരണപ്പള്ളിയിലെ നാണുവിൻ്റെ ജീവിതം നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നന്ദി.